ഹായ് എസ്എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ബ്രേക്കപ്പ് സംഭവിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സിനോട് ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ശരിക്കും നമ്മൾ പറയേണ്ടതും പറയേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് എന്ത് ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. ഇതൊന്നും അറിയാതെ നമ്മൾ ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇപ്പം നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ വ്യക്തിയുമായിട്ട് ബ്രേക്കപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ കുറേ ടെക്സ്റ്റ് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് മിസ്റ്റേക്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അയച്ചിട്ടുണ്ട്, ആൾ തിരിച്ചു വരുന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷെ അതിനൊരു റിസൾട്ടും കാണുന്നില്ല. ഇങ്ങനെ വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു മറുപടിയാണിത്. അതായത് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എക്സിനോട് നിങ്ങൾ പറയാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത്. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്: ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒട്ടുമിക്ക ആളുകളും പറയുന്നതാണ്. ഇപ്പൊ ഒന്ന് ബ്രേക്കപ്പ് ആയി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫോണൊക്കെ എടുത്ത് മെസ്സേജ് അയക്കും. ഞാൻ ഇപ്പോഴും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വർണ്ണിച്ച് നമ്മൾ അവർക്കൊരു സാഹിത്യ രൂപത്തിലാണ് അയച്ചു കൊടുക്കും. നമ്മൾ വിചാരിക്കും ഇത് കേട്ട പാടെ ആളിറങ്ങിയാണ്ട് ഓടി വരുന്നു. പക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിൽക്കുകയാണ്. എവിടെയാണ് നമുക്ക് കൂടുതലായിട്ട് വാല്യൂ കിട്ടുന്നത്, ആ ഭാഗത്ത് നമ്മൾ എന്താ ചെയ്യാന്നറിയോ? നമുക്ക് കൂടുതൽ വാല്യൂ കിട്ടുന്നുണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ വളരെ നിസ്സാരക്കാരാണെന്നുള്ളത്. ഇത് ഒട്ടുമിക്ക ആളുകളും, ഒട്ടുമിക്ക നല്ല ഏകദേശം എല്ലാ ആളുകളുള്ള സംഭവം തന്നെയാണ്. നമുക്ക് ഒരുപാട് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തയാണത്, നമ്മുടെ മുന്നിലിരിക്കുന്നവരൊക്കെ വളരെ നിസ്സാരക്കാരാണ്, ഞാൻ എന്തോ സംഭവമാണെന്നുള്ളത്. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നുണ്ടാവുക. അതായത് ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്ന് പറയുന്നത് അവരെന്തൊക്കെയോ ആണെന്നുള്ളതാണ്. അതായത് ഞാൻ എന്തൊക്കെയോ സംഭവമാണ്, ആൾക്ക് ഇപ്പോഴും എന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഞാനില്ലാതെ ആൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് തോന്നും. അങ്ങനെ തോന്നുമ്പോൾ അവരുടെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ വളരെ നിസ്സാരമാണെന്നൊരു തോന്നല വ്യക്തിയിലുണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണോ ചെയ്യുക, നിങ്ങളെ വിട്ട് പോവുകയാണോ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഉത്തരം സിമ്പിളാണ്. നിങ്ങളുടെ അടുത്തേക്ക് ഒരിക്കലും വരില്ല, നിങ്ങളെ വിട്ട് പോവാൻ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നുള്ളത് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരിക്കലും അവരോട് ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ചില ആളുകൾ ഇത് പറയാറുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അതായത് ഒരുപാട് നല്ല മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ നമ്മളുടെ മൈൻഡിലേക്ക് ആദ്യം വരിക അവർ നമ്മളുമായിട്ടിരുന്നിട്ടുള്ള കുറേ നല്ല നല്ല മൊമെന്റ്സുകളാണ്. അതായത് നിങ്ങൾക്കിടയിലുണ്ടായ, നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഓരോ ടൈമും നമ്മൾ അവരെ മിസ് ചെയ്തുകൊണ്ടേയിരിക്കും. ലാസ്റ്റ് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആവുന്ന സമയത്ത് നമ്മൾ അവർക്ക് മെസ്സേജ് ചെയ്യും, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇതിനിപ്പോൾ കാണണം എന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക, സാഡായിട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നുള്ളതാണ്. ഇപ്പോഴും നമ്മൾ വിചാരിക്കും എൻ്റെ മാനസികാവസ്ഥ വ്യക്തിക്ക് മനസ്സിലാവും, അതായത് എൻ്റെ വിഷമം മനസ്സിലാവും, എന്നെ തിരിച്ച് ഇഷ്ടപ്പെടുമായിരിക്കും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെയും സംഭവിക്കില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഒരിക്കലും ഒരാളെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവർ നമ്മുടെ അടുത്തേക്ക് വരില്ല. അങ്ങനെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വിളിച്ച് പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. എനിക്ക് മനസ്സിലാവും നിങ്ങളിങ്ങനെ ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാണ്ട് പറ്റുന്നില്ല എന്നൊരു തോന്നലാവും ഉണ്ടാവുക. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. ഒന്നല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അവരോട് പറയാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്, നീ പോയ ശേഷം ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, ഞാൻ വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒന്നല്ലെങ്കിൽ നമ്മൾ പറയായിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വഴി ആരെങ്കിലും വഴി അവരെ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവുന്നതാണ്. ഇവിടെയും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നീ പോയ ശേഷം ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാനാണ് ഇയാളുടെ ലോകം, അതായത് ഞാനില്ലാന്നുണ്ടെങ്കിൽ ഇയാളില്ല എന്നൊരു തോന്നൽ വരും. അപ്പോൾ പിന്നെ നിങ്ങളുടെ ജീവിതം എന്താണ്, അതായത് നിങ്ങൾ ആരാണ് എന്നൊരു തോന്നൽ അവിടെ ഉണ്ടാവും. നിങ്ങൾ എന്താണ്, നിങ്ങൾ ആ വ്യക്തിയെ ബേസ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഞാനില്ലെങ്കിൽ ഈ പേഴ്സൺ ഇല്ല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴും നിങ്ങളോടുള്ള വാല്യൂ, ബഹുമാനം അവിടെ കുറഞ്ഞു വരാൻ മാത്രമാണ് ചെയ്യണത്. സോ ഇവിടെ നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത് ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നുള്ളതല്ല, നീ ഇല്ലെങ്കിലും എൻ്റെ ചുറ്റും ആളുകളുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ എൻഗേജ്ഡ് ആവാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങളോട് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. സോ അതേസമയം നിങ്ങളിവിടെ നീ ഇല്ലാതെ എനിക്ക് ഒരിക്കലും പറ്റില്ല, ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് ശീലമാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ അത് ഇനി മുതൽ മാറ്റാനായിട്ട് ശ്രമിക്കാം.
പകരം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അവരില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ബിഹേവ് ചെയ്യാനായിട്ട്. ഇനി നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അവരുടെ പുറകെ നമ്മൾ പോകുന്നതാണ്. ഇനി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്നതായിരിക്കാം. അതായത് ചിലരുണ്ട്, നമ്മളിപ്പോൾ അവർ ബ്രേക്കപ്പ് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ വല്ലാത്ത ദേഷ്യം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ദേഷ്യത്തിൽ പറയും, ഇനി നീ എന്നെ ഒരിക്കലും വിളിക്കരുത്, ഒരു ആവശ്യത്തിന് നീ എന്നെ വിളിച്ചു പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ദേഷ്യപ്പെട്ട് പറയാറുണ്ട്. അങ്ങനെ പറയുന്നതോട് നമ്മൾ വിചാരിക്കും എൻ്റെ മനസ്സിൽ ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ പേടിക്കും അല്ലെങ്കിൽ തിരിച്ചു വരുന്നൊക്കെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ നീ എന്നെ ഒരിക്കലും വിളിക്കരുതെന്ന് പറയുമ്പോൾ അവർക്കത് അവരെ ഹേർട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അവരോട് എന്തോ ഇഷ്ടക്കുറവുണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യും. അതേപോലെ അവരുടെ ദേഷ്യം കുറച്ചുകൂടി ഒന്ന് കൂടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അതല്ലാതെ അവർ തിരിച്ചു വരാനുള്ള ചാൻസ് ഒരിക്കലും അവർ തിരിച്ചു വരില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും നീ എന്നെ ഒരു കാരണവശാലും വിളിക്കരുത് എന്നുള്ള രീതിയിൽ അവരെ ഹേർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ, ഇത്തരത്തിൽ നമ്മളിങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, വേണ്ടായിരുന്നു, ഈ റിലേഷൻഷിപ്പേ വേണ്ടായിരുന്നു, ഇതിന് എനിക്ക് തീരെ ഇഷ്ടമല്ല, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ നമ്മളൊരു റിഗ്രറ്റ് ആണ് കാണിക്കുന്നത്. അതായത് ഇത് വേണ്ടായിരുന്നു, ചെയ്തത് തെറ്റായിരുന്നു, മീൻസ് ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയത് തെറ്റായിരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുക. അപ്പം നമ്മളിത് അവരോട് പറയുമ്പോൾ അവർക്കും സെയിം തോന്നലാവും ഉണ്ടാവുക, ശരിയാണ് ഇത് വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലാണ് വ്യക്തിയിൽ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലും വരാനുള്ള ചാൻസ് വളരെ കുറവാണെന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഇത് വേണ്ടായിരുന്നു, നിന്നെ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഉള്ള അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പറയാറുണ്ട്, ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ്, ഞാൻ നിന്നെ ഇൻസ്റ്റയിലും വാട്സപ്പിലും എൻ്റെ കോൺടാക്റ്റിലൊക്കെ നിന്നെ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ്, പക്ഷെ എനിക്ക് നിന്നോട് ഇഷ്ടക്കുറവുള്ളത് കൊണ്ടൊന്നല്ല, എനിക്ക് നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നല്ല, എന്നാൽ ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ നമ്മൾ അവരോട് പറയാറുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ആൾക്ക് ചെറിയൊരു സങ്കടമാവുന്നൊക്കെ. പക്ഷേ നിങ്ങൾ പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് സങ്കടമൊന്നും ആവില്ല എന്നുള്ളതാണ്. പകരം നിങ്ങൾ പറയാതിരിക്കുക, നിങ്ങൾക്ക് അവരെ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് പോവുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണെന്ന് ഇൻഫോം ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇൻഫോം ചെയ്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അവരോട് പറയുകയാണെന്ന് ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇയാളെന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എന്നോട് പറഞ്ഞിട്ടാണ് ബ്ലോക്ക് ചെയ്തത്, സോ നോ പ്രോബ്ലം, അവർ നിങ്ങളെക്കുറിച്ച് പിന്നെ ആലോചിക്കില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് നിങ്ങൾ പറയാതെയാണ് അവരെ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ചെറിയൊരു തോന്നൽ വരും, എന്തുകൊണ്ടായിരിക്കും എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക, എന്തായിരിക്കും കാരണം എന്നവർ ചിന്തിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ അവർ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. സോ പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾ പറയാതെ ബ്ലോക്ക് ചെയ്യുക. ബ്ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അവരോട് ഇൻഫോം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ്, ലാസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് ഒരൊറ്റ ചാൻസ് കൂടി തരുമോ, ഇതിൽ ഞാൻ ഓക്കെ ആവും, ഞാൻ പെർഫെക്റ്റ് ആയിരിക്കും, ഇനി ഞാൻ ഒരു കാര്യം ചെയ്യില്ല, ഒരു മിസ്റ്റേക്കും ചെയ്യില്ല, അല്ലാന്നുണ്ടെങ്കിൽ നീ പറയുന്ന പോലെ ഞാൻ മാറിക്കോളാം, ഇങ്ങനെയൊക്കെ കുറെ പേര് പറയാറുണ്ട്. അതിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചാൻസ് ചോദിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇങ്ങനെ നമ്മൾ ചാൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ പുറകെ ബെഗ് ചെയ്ത് പോകുന്ന പോലെയാണ്, എനിക്ക് ഒരു ചാൻസ് തരുമോ, എനിക്ക് നീ ഇല്ലാതെ പറ്റാത്തതുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ പറയാതെ പറയുകയാണ്. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സോറി പറയാം, ഒറ്റ പ്രാവശ്യം സോറി പറയാം, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് സോറി, എനിക്കത് ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്, വിഷമമായെന്നുണ്ടെങ്കിൽ സോറി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. അതല്ലാതെ സോറി കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഇല്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെഗ് ചെയ്ത് പോവല്ല വേണ്ടത്, പകരം സ്നേഹിക്കുകയാണെന്നുള്ളതാണ്. അതായത് നമ്മൾ ബെഗ് ചെയ്ത് പുറകെ പോയിട്ട് യാതൊരു കാര്യമില്ല, അവരെ നമുക്ക് കിട്ടില്ല. പകരം നമ്മൾ സ്നേഹിക്കുക. സ്റ്റിൽ നമ്മളിപ്പോഴും അവരെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളിപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. അതല്ലാതെ അയാളുടെ പുറകെ പോയാൽ അയാൾ തിരികെ വരും എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലാക്കുക, ബെഗ് ചെയ്യലല്ല, പകരം സ്നേഹിക്കലാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചാൻസ് തരുമോ എന്നൊക്കെ ചോദിച്ചു പോകുന്നൊരു ശീലം ഉണ്ടെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവുമോ, സക്സസ് ആവുമോ എന്നൊക്കെ വിചാരിക്കേണ്ടാവും. ഇതെല്ലാം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാതെ പെരുമാറുന്ന ആളുകളാണ്. അതായത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് ചില ആളുകൾക്ക് അറിയുണ്ടാവും, പക്ഷെ അറിയാത്ത പോലെ നടിക്കുന്ന ആളുകളുണ്ട്. അതായത് മനസ്സിലിങ്ങനെ വരുന്നുണ്ടാവും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഓക്കെ ആവാം എന്നൊക്കെ തോന്നുന്നുണ്ടാവും, എങ്കിൽ പോലും വേണ്ട ഇങ്ങനെ ചെയ്യണ്ട, നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള വഴികളിലൂടെ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയുവാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഫോളോ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത സന്തോഷം നമ്മളെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ബെറ്റർ ആയിരിക്കും തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്